7 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈനിലെ അഞ്ചാമത്തെ ടോപ്പിക് വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്പേസ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, അതായത് യൂസ് ചെയ്തിട്ടുള്ള എലമെൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്പേസ് നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുള്ള എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ ഡിസൈനിൽ വരുന്ന എക്സ്ട്രാ സ്പേസിനെ പറ്റി. വൈറ്റ് സ്പേസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഏതൊരു എലമെൻറ്റിനും അതിൻ്റെ ചുറ്റും ഒരു എക്സ്ട്രാ ബ്രീത്തിങ് സ്പേസ് അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് അല്ലെങ്കിൽ യൂസറിന് ഈസിലി ഒരു ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഹൈറാർക്കി മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. ഇവിടെ വൈറ്റ് സ്പേസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആർട്ടുകളുടെ അല്ലെങ്കിൽ കുറച്ച് ഡിസൈനിങ് വർക്ക്സിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ഫോട്ടോ മാനിപ്പുലേഷനാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്മയും അച്ഛനും കൊച്ചുമുണ്ട്. അതാണ് അതിലത്തെ മെയിൻ ഒബ്ജക്റ്റ് എങ്കിലും ഇവരുടെ ഇടയിൽ വരുന്ന ആ ഒരു സ്പേസ്, ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഒരു നായയുടെ ഒരു ഷേപ്പാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു ഫോട്ടോയിലെ അല്ലെങ്കിൽ ആ ഒരു വർക്കിലെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്പേസിൽ ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു നായയുടെ ഇമേജാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്ന ആ ഒരു പാണ്ടയുടെ ഇമേജ്, അത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അതായത് WWFൻ്റെ ലോഗോ ആണ്. ഈ ഒരു ലോഗോ വന്നിരിക്കുന്നതും ഇതേപോലെ ബ്ലാക്ക് ആയിട്ടുള്ള ഷേപ്പ് വെച്ചിട്ട് അതിൽ വൈറ്റ് ആയിട്ടുള്ള പോർഷൻ നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ആ തല വരുന്ന ഭാഗം അല്ലെങ്കിൽ വയറ് വരുന്ന വൈറ്റ് ഭാഗം അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല, അത് പകരം ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോഗോകളിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ലോഗോ. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കാണാം. ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അതിനെ തന്നെ മേജർ പോർഷനാക്കി മാറ്റി വെച്ചിട്ട് അതല്ലാത്ത എക്സ്ട്രാ സ്പേസിലാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ട്രീയും ബിൽഡിങ്സും ഒക്കെ വരുന്നത് നെഗറ്റീവ് സ്പേസിലാണ്. ആദ്യത്തെ ഫോട്ടോഗ്രാഫിനോട് നേരെ ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് അതിലുള്ള എക്സാമ്പിൾ നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പോഗ്രഫിയാണ്. അതായത് നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്ത് ഫോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ S എന്നുള്ളത് ഒരു ഷേപ്പ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ P അവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് സ്പേസിലാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു പോർഷൻ, അതായത് സാധാരണ നെഗറ്റീവ് സ്പേസ് ആയിട്ട് കിടക്കേണ്ട ആ ഒരു പോർഷൻ മാത്രമേ ഇതിൽ സോളിഡ് സ്പേസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ആ Pയുടെ ഷേപ്പ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് A എന്നുള്ള ലെറ്ററിൻ്റെ പോർഷൻ റിമൂവ് ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് C വന്നിരിക്കുന്നതും. ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് വൈറ്റ് സ്പേസ് യൂസ് ചെയ്തേക്കുന്നതിന് ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഇത് മാത്രമല്ല വൈറ്റ് സ്പേസ്, നമ്മുടെ ക്യാൻവാസിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസ് ഒക്കെ വൈറ്റ് സ്പേസ് തന്നെയാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ ആ ഒരു ഫോട്ടോയിൽ നടുക്ക് കിടക്കുന്ന വൈറ്റ് ആണ് വൈറ്റ് സ്പേസ് എങ്കിൽ ആ ഇല്ലുസ്ട്രേഷനിൽ ചുറ്റുമുള്ള ബ്ലാക്ക് ആണ് വൈറ്റ് സ്പേസ്. അതേപോലെ ആ പാൻഡയുടെ ഇമേജിൽ അതിൻ്റെ ചുറ്റുമുള്ള ബ്രീത്തിങ് സ്പേസ് മൊത്തം വൈറ്റ് സ്പേസ് തന്നെയാണ്. വൈറ്റ് സ്പേസ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള അളവിൽ വൈറ്റ് സ്പേസ് ചേർക്കുക എന്നുള്ളത് തുടക്കക്കാരായിട്ടുള്ള ഡിസൈനേഴ്സിന് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കാം. ഇനി നമുക്ക് വൈറ്റ് സ്പേസ് ഉപയോഗിച്ച് നമ്മളുടെ സാമ്പിൾ ഡിസൈൻ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വൈറ്റ് സ്പേസ് ഇഷ്യൂസ് നമുക്ക് കാണാം. ആ ലോഗോ വച്ചിരിക്കുന്നതിൻ്റെ താഴെ ആ ട്രയാങ്കിൾ മുഴുവൻ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. താഴത്തെ ട്രയാങ്കിളിന് അത്രയ്ക്ക് പ്രശ്നമില്ല, അതിൻ്റെ ഉള്ളിൽ ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്, മുകളിൽ പാറ്റേൺ ഇല്ല. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ താഴെ ആ ദീപങ്ങൾ വച്ചിരിക്കുന്നിടത്ത് വൈറ്റ് സ്പേസ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അതൊന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്ന രീതി, ആ മെസ്സേജ് വച്ചേക്കുന്നത്, ഇതെല്ലാം തന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിത് ഒന്ന് കുറച്ച് വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ യെല്ലോ ട്രയാങ്കിളിൽ ഉണ്ടായിരുന്ന ആ പാറ്റേണിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി അതേ പാറ്റേൺ തന്നെ കോപ്പി ചെയ്ത് മുകളിലത്തെ ട്രയാങ്കിളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും സ്പേസ് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് തോന്നില്ല അവിടെ ആ പാറ്റേൺ ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ദീപങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അത് നമുക്ക് അത്ര ആവശ്യമുള്ളൊരു കാര്യമായിരുന്നില്ല, മാത്രമല്ല നമ്മുടെ ഡിസൈൻ്റെ കൂടെ അത് മാച്ച് ആവേണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഒമിറ്റ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള ട്രയാങ്കിളിൽ നെഗറ്റീവ് സ്പേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ 80% ഓഫ് എന്ന് പറയുന്ന കണ്ടന്റ് ഞാൻ അങ്ങടേക്ക് പ്ലേസ് ചെയ്തു. അതിനുശേഷം ദിവാലി ധമാക്ക സെയിൽസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ടൈറ്റിൽ ഞാൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയും ആ മെസ്സേജസ് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് മുകളിലും താഴെയുമായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വൈറ്റ് സ്പേസ് ഒക്കെ ഇതിൽ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വൃത്തി വന്നിട്ടുണ്ട്. ഇവിടെ നടുക്ക് ആ ടൈറ്റിൽ കിടക്കണോടത്ത് എക്സ്ട്രാ കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാക്കുകയാണെങ്കിൽ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതേസമയം ഞാനത് വേറെ രീതിയിലാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാനത് അവിടെ അങ്ങനെ വിട്ടേക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസൈനിൽ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ബാലൻസ് ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.